ഞാൻ കോളേജ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ബോയ് ആയി പോകുമ്പോൾ നടന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അന്ന് എനിക്ക് 19 വയസ്സ് പ്രായം. ഞാൻ അവസാന ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ഞാൻ ഫോൺ എടുത്തു. ഹലോ, ഇത് ഫാത്തിമ ബീവി അല്ലേ? ഫാത്തിമ പറഞ്ഞു, അതെ, ഇതാരാണ്? ഞാൻ നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ട്. ഫാത്തിമ, ഓ, ഈ എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇവിടെ മെയിൻ റോഡ് ഉണ്ട്. ഫാത്തിമ, ആണോ? ഈ ഒരു കാര്യം ചെയ്യ്, അതിലൊരു റോഡില്ലേ മേലോട്ട്, അതിലെ വന്നിട്ട് അത് തീർന്നോട്ടാണ് എൻ്റെ പുര. ഈ അങ്ങോട്ട് വാ. ഞാൻ ഫാത്തിമ പറഞ്ഞതുപോലെ ആ കുത്തനെയുള്ള റോഡ് വഴി കയറി അവിടെ എത്തി. ഒരു ഓടിട്ട വീടിന്റെ മുന്നിലാണ് ഞാൻ എത്തിയത്. അവിടെ പോകുമ്പോൾ കുറച്ച് വീട് കഴിഞ്ഞ് വേറെ വീടൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ആ വീടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തി ഹോണടിച്ചു. അപ്പൊ ഒരു ഇത്താത്ത വാതിൽ തുറന്നു വന്നു. അവരെ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. സ്വപ്നങ്ങളിൽ മാത്രമേ ഇതുപോലൊരു മുതലിനെ കാണാൻ കിട്ടുകയുള്ളൂ. ഇത്ത എന്നെ കണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാ വന്നത്? ഞാൻ പറഞ്ഞു, ഒരു ഡെക്കറേഷൻ ബൾബാണെന്ന്. ഇത്താത്ത അത് വാങ്ങി നോക്കി എന്നോട് ചോദിച്ചു, ഈ ഇതൊന്ന് ഫിറ്റ് ചെയ്ത് തരാമോ? ലാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് സമയം ഉച്ച ആയതുകൊണ്ടും ഞാൻ ഓക്കെ പറഞ്ഞു. ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടത് എൻ്റെ കണ്ണുകൾക്ക് കുളിർമ പകരുന്ന കാഴ്ചയാണ്. ഇത്താത്ത ഞാൻ കയറി നിന്ന കസേര പിടിച്ചു നിൽക്കുന്ന രംഗം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് കണ്ടിരിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹാ, അത് തന്നെ. അതൊരു ഒന്നൊന്നര സീനായിരുന്നു. ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഞരമ്പ് വലിഞ്ഞു മുറുകും. അങ്ങനെ ഞാൻ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് താഴെ ഇറങ്ങി പോകാൻ നോക്കിയപ്പോൾ ഇത്താത്ത പറഞ്ഞ്, ഈ കുറെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ, ഈ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എൻ്റെ ഇല എടുക്കാം. അത് പറഞ്ഞ് ഇത്താത്ത അടുക്കളയിലേക്ക് നടന്നു. അപ്പൊ ഇത്താത്ത നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ പോക്ക് എൻ്റെ പൊന്നു കൂട്ടുകാരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഇത്താത്ത സർബത്തായിട്ട് വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് ഓരോന്ന് ചോദിച്ചു. വീട്ടിലെ കാര്യവും വിശേഷങ്ങളും ഒക്കെ ഞാൻ തിരിച്ച് ഓരോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇത്താത്താന്റെ കെട്ടിയവന്റെ കാര്യം ചോദിച്ചു. അത് ഇത്താത്താക്ക് സങ്കടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അങ്ങേരും ഇത്തായും അത്രയ്ക്ക് അങ്ങോട്ട് രസത്തിലല്ല എന്ന്. ഞാൻ ഇത്താനോട് തുറന്നു ചോദിച്ചു, ഇത്താക്ക് എന്തേലും സങ്കടം ഉണ്ടോ? അപ്പൊ ഇത്ത പറഞ്ഞു, ഇജ്ജ് ഈ വീട്. ഞാൻ പിന്നെയും ഇത്താനെ നിർബന്ധിച്ചു. അപ്പൊ ഇത്ത തുറന്നു സംസാരിക്കാൻ തുടങ്ങി. ഇത്താക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത്താന്റെ മാപ്പിള മൊഴി ചൊല്ലിയതാണെന്ന്. അത് പറയുമ്പോ ഇത്താക്ക് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഞാൻ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇത്താന്റെ കൈയിന്മേൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. പെട്ടെന്നായിരുന്നു അത് നടന്നത്. ഇത്ത പൊട്ടിക്കരഞ്ഞ് തേങ്ങിക്കൊണ്ടുള്ള കരച്ചിൽ കാരണം ഇത്ത എൻ്റെ മേൽ ഉരഞ്ഞുകൊണ്ടിരുന്നു. അതെനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. എൻ്റെ മുഴക്കോൽ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. ഞാൻ ഇത്തായുടെ പുറത്ത് തട്ടിക്കൊണ്ട് സാരമില്ല എന്ന് പറഞ്ഞു. ഞാനും ഇത്തായെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇത്ത കണ്ണുകൾ അടച്ച് ഗ്ലാസുമായി അടുക്കളയിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത്ത എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് ചോദിച്ചു, അനക്ക് കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയോ? ഞാനിവിടെ ഒറ്റയ്ക്കാണ്, മിണ്ടാനും പറയാനും ആരേലും ഉണ്ടെങ്കിൽ നല്ലതാണ്. വീണ് കിട്ടിയ അവസരം ഞാൻ വിട്ടുകളഞ്ഞില്ല. ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഞാൻ അറിയാത്ത മട്ടിൽ ഇത്തയോട് കുശലാന്വേഷണം എന്ന രീതിയിൽ, അല്ല, ഇവിടെ ഇത്ത മാത്രമേ ഉള്ളൂ? എന്റെ ആ ചോദ്യം കേട്ടിട്ട് ഇത്തായുടെ കണ്ണ് കലങ്ങിയ പോലെ ആയിരുന്നു. ഇത്ത പറഞ്ഞു, ഉണ്ടെന്ന് പറയാം, ഇല്ലെന്നും പറയാം. പേരിന് കിട്ടിയനുണ്ട്, പക്ഷെ അങ്ങേർക്ക് എന്നെ വേണ്ട. ഞാൻ അപ്പോ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, അതെന്താ ഇത്ത? അതേതാ ഇത്ര വലിയ പൊട്ടൻ? ഞാൻ ഓക്കെ ആണെങ്കിൽ ഇത്തായെ വിട്ടിട്ട് എവിടെയെങ്കിലും പോകില്ല. ഇനി 1 കോടി എന്റെ മുന്നിൽ വെച്ചാലും ഞാനൊന്ന് എറിഞ്ഞിട്ട് കൊടുത്തു. ഇതെല്ലാം കേട്ടപ്പോ ഇത്തായുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അതല്ലേലും അങ്ങനെയാണിടാ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പടച്ചോൻ നമ്മുടെ തലവരെ എഴുതുക. എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയതാ. അതോടെ കൂടെ അങ്ങേരെ എന്നെ എല്ലാം കൊണ്ട് ഒഴിവാക്കിയതാണ്. പെട്ടെന്ന് ഞാൻ ഇടയ്ക്ക് കയറി ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല ഇത്ത, ഈ എല്ലാം കൊണ്ടും വെച്ചാൽ? അത് പറയുമ്പോ എന്റെ മുഖത്തൊരു വഷളം ചിരി ഉണ്ടായിരുന്നു. എടാ ചെക്ക, നീ ഉദ്ദേശിച്ചതു അതിൽ പെടും. 4 വർഷത്തോളമായി. അതും പറഞ്ഞുകൊണ്ട് ഇത്ത ഒരു നെടുവീർപ്പോടെ അവന്റെ മുഖത്ത് ദയനീയമായി നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. മരുഭൂമിയിൽ മഴ കാത്തു കരയുന്ന വേഴാമ്പൽ. ആ ഇത്ത എന്നെ എനിക്ക് മനസ്സിലായി. ഒന്ന് മുട്ടി നോക്കിയാൽ കിട്ടുമെന്ന് എന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ ഇരുന്നിരുന്ന ടേബിളിൽ നിന്ന് ഒരു മാസിക എടുത്തുകൊണ്ട് വായിക്കുന്ന പോലെ അവരുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ചിലപ്പോഴിനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഇത്തായെ ഞാൻ സഹായിക്കാം. അത് കേട്ടപ്പോൾ മറുപുറത്തിരുന്ന ഫാത്തിമ ഒന്ന് ഞെട്ടിയെങ്കിലും അവരുടെ ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു.
ടാ ചെറുക്ക, അതൊന്നും വേണ്ട. ആരേലും അറിഞ്ഞ പിന്നെ ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല. എന്റെ ഫാത്തിമ ഇത്ത, ഇതാരും അറിയില്ല എന്ന് വിശ്വസിക്കാം. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ബൈക്ക് നിർത്തി ഇത്ത വീടിന് മുമ്പിൽ വന്നപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞതാണ് ഇത്ത നല്ല തേങ്ങ പൊതിക്കരി ആണെന്ന്. ഉണ്ണിയെ കണ്ടറിയില്ലേ അവിടുത്തെ പന്നം. അത് പറഞ്ഞപ്പോൾ അവൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് എനിക്കൊരു തല്ല് വെച്ച് തന്നു. നീ ആള് കൊള്ളാലോ ചെറുക്ക. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് നേരം പോയതറിഞ്ഞില്ല. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്ന് കുക്കറിൽ വിസിൽ വന്നത്. നല്ല അടിപൊളി ബീഫിന്റെ മണം അവിടെ ആകെ പരന്നു. എടാ, നല്ല മൂപ്പ് കൂടിയ ബീഫുണ്ട്, നമുക്ക് ചോറ് കഴിച്ചാലോ? അല്ല ഇത്ത, ചോറ് മാത്രമേ ഉള്ളൂ, ഞാൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. ഇല്ല, നല്ല പുളിച്ച തൈരുണ്ട്, നിനക്ക് വേണോ? അത് അവർ എനിക്ക് നേരെ നീട്ടിയ പച്ചകൊടിയായിരുന്നു. ആ സമയം ഇടിമിന്നൽ അടിച്ചു. പെട്ടെന്നായിരുന്നു പ്രകൃതി ഇരുണ്ടുകൂടിയത്. പെട്ടെന്ന് തന്നെ നല്ല കാറ്റും മഴയും. ശുഭലക്ഷണം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. മഴ ശക്തി പ്രാപിച്ചു കുത്തി പെയ്യുകയായിരുന്നു. ആ സമയം ഞാനും ഇത്തയും മറ്റൊരു ലോകത്തായിരുന്നു.